ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് ഫെബ്രുവരി 1. ഈ മാസം കുറേ സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ലാംഗ്വേജുകളിൽ റിലീസാവുന്ന മേജർ സിനിമകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ മലയാളത്തിൽ ഫെബ്രുവരിയിൽ ആദ്യത്തെ സിനിമ റിലീസാവുന്നത് ഫെബ്രുവരി 5-നാണ്. ആശാൻ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. ജോൺ പോൾ ജോർജ് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇന്ദ്രൻസ് ആണ് ഈ ഒരു സിനിമയിൽ നായകനായിട്ട് വരുന്നത്. സോ സിനിമ ഫെബ്രുവരി 5-നാണ് റിലീസാവുന്നത്. ഫെബ്രുവരി 6 തൊട്ടടുത്ത ദിവസം തന്നെ മലയാളത്തിൽ 5 സിനിമകളാണ് റിലീസിന് എത്തുന്നത്. ഇതിൽ ആദ്യത്തെ സിനിമ ആശകൾ 1000. വടക്കൻ സെൽഫി എന്ന സിനിമയ്ക്ക് ശേഷം ജി പ്രജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആശകൾ 1000. കൂടാതെ 22 വർഷങ്ങൾക്ക് ശേഷം ജയറാമും കാളിദാസും ഒരുമിച്ച് അഭിനയിക്കുന്ന എന്നൊരു പ്രത്യേകതയും കൂടി ഈ ഒരു സിനിമയ്ക്കുണ്ട്. ഗോകുലം ഗോപാലനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ജൂഡ് ആന്റണി ജോസഫാണ് സിനിമയുടെ സ്റ്റോറിയൊക്കെ എഴുതിയിരിക്കുന്നത്. ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആണ് ഈ ഒരു സിനിമ. സോ സിനിമ ഫെബ്രുവരി 6-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. കഴിഞ്ഞ IFFK രാജേഷ് മാധവൻ ആദ്യമായി സംവിധാനം ചെയ്ത പെണ്ണും പോരാട്ടും എന്ന് പറഞ്ഞ സിനിമ റിലീസായിരുന്നു. IFFK കണ്ടവരെല്ലാം നല്ലൊരു അഭിപ്രായം പറഞ്ഞ സിനിമയാണ്. ഇപ്പോൾ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് ഈ ഫെബ്രുവരി 6-ന്. IFFK കിട്ടിയ പോലെ തന്നെ ഒരു സ്വീകാര്യത തിയേറ്ററിലും ജനറൽ ഓഡിയൻസിൻ്റെ ഇടയ്ക്കും സിനിമയ്ക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഫെബ്രുവരി 6-ന് മലയാളത്തിൽ നിന്നുള്ള ഒരു ത്രില്ലർ സിനിമയാണ് അനോമി. ഭാവന, റഹ്മാൻ എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. പിന്നെ ഫെബ്രുവരി 6-ന് മലയാളത്തിൽ നിന്നുള്ള മറ്റ് 2 റിലീസുകളാണ്. ഒന്ന് ശുക്രൻ, ഷൈൻ ടോം ചാക്കോ, ബിബിൻ ജോർജ്, ചന്തുലാൽ എന്നിവരൊക്കെ അഭിനയിക്കുന്ന ഒരു കോമഡി ത്രില്ലർ സിനിമയാണ് ശുക്രൻ. അടുത്തത് ഷറഫുദ്ദീൻ ലീഡ് റോളിൽ വരുന്ന മധുവിധു എന്ന് പറഞ്ഞൊരു ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമയും കൂടിയാണ്. ഈ 5 സിനിമകളാണ് ഫെബ്രുവരി 6-ന് മലയാളത്തിൽ നിന്ന് പ്രധാനമായിട്ടുള്ള റിലീസുകൾ. ശേഷം തമിഴിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫെബ്രുവരി 6-ന് റിലീസിനെത്തുന്ന സിനിമയാണ് വിത്ത് ലവ്. ഈ ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള അഭിഷാനും നമ്മുടെ മലയാളിയായിട്ടുള്ള അനശ്വര രാജനുമാണ് ഈ സിനിമയിൽ ലീഡ് റോളിൽ വരുന്നത്. ഒരു ഫീൽ ഗുഡ് റോംകോം സിനിമയാണ് വിത്ത് ലവ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. പിന്നെ ഹിന്ദിയിൽ നിന്നുള്ള ഒരു റിലീസാണ് ഫെബ്രുവരി 6-നുള്ളത്. വദ് 2 എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് സഞ്ജയ് മിശ്രയും നീന ഗുപ്തയുമാണ് ഈ ഒരു സിനിമയിൽ ലീഡ് റോളിൽ വരുന്നത്. വദ് എന്ന് പറഞ്ഞ സിനിമയുടെ 2ാം ഭാഗമാണ് ഈ ഒരു സിനിമ. ഫെബ്രുവരി 6-ന് ആണ് സിനിമ റിലീസാവുന്നത്. അടുത്തത് ഫെബ്രുവരി 13-ലേക്ക് വന്നു കഴിഞ്ഞാൽ ഹിന്ദിയിൽ നിന്നുള്ള മേജർ ആയിട്ടുള്ള 2 സിനിമകളാണ് റിലീസാവുന്നത്. ഒന്ന് വിശാൽ ഭരദ്വാജ് സംവിധാനം ചെയ്ത ഓ റോമിയോ എന്ന് പറഞ്ഞ സിനിമ. ഷായ് കപൂർ ആണ് സിനിമയിൽ നായകനായിട്ട് വരുന്നത്. ഒരു ആക്ഷൻ ത്രില്ലർ ഡ്രാമ ജോണറിലൊക്കെ വരുന്ന ഒരു സിനിമയാണിത്. സോ സിനിമ ഫെബ്രുവരി 13-നാണ് തിയേറ്ററുകളിൽ റിലീസാവുന്നത്. പിന്നെ ഹിന്ദിയിൽ നിന്നുള്ള മറ്റൊരു പ്രധാന റിലീസാണ് ബിജോയ് നമ്പ്യാർ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സർവൈവൽ ത്രില്ലർ ചിത്രം തൂ യാ മേ എന്ന് പറഞ്ഞ സിനിമയാണിത്. ഇതൊരു സർവൈവൽ ത്രില്ലർ ചിത്രമാണ്. ഫെബ്രുവരി 13-നാണ് ഈ ഒരു സിനിമയുടെ റിലീസ്. പിന്നെ ഫെബ്രുവരി 13-ന് തമിഴിൽ നിന്നുള്ള ഒരു പ്രധാന റിലീസാണ് വൺസ് മോർ. അർജുൻ ദാസ് നായകനായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് സിനിമയാണ് ഇത്. ഫെബ്രുവരി 13-ന് റിലീസിനെത്തുന്ന ഒരു ഹോളിവുഡ് ചിത്രമാണ് ക്രൈം 101. ക്രിസ് ഹെംസ്വർത്തും മാർക്ക് റഫല്ലോ ഒക്കെയാണ് ഈ ഒരു സിനിമയിൽ ലീഡ് ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഫെബ്രുവരി 20-ലാണ് പിന്നെ ഒരു 3 ഇംഗ്ലീഷ് സിനിമകൾ റിലീസ് ഉള്ളത്. അതിലൊന്ന് ഒരു ആനിമേറ്റഡ് മൂവിയാണ്. ഗോട്ട് എന്നാണ് സിനിമയുടെ പേര്. സ്റ്റെഫൻ കറിയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബാസ്കറ്റ്ബോൾ ബേസ്ഡ് ഒരു ആനിമേറ്റഡ് മൂവിയാണിത്. പിന്നെ ഫെബ്രുവരി 20-ന് തന്നെ റിലീസാകുന്ന മറ്റ് 2 ഇംഗ്ലീഷ് സിനിമകളിൽ ഒന്ന് ഹൗ ടു മേക്ക് എ കില്ലിംഗ് എന്ന് പറഞ്ഞ ഒരു ത്രില്ലർ ചിത്രവും പിന്നെ ഗുഡ് ലക്ക് ഹാവ് ഫൺ ഡോണ്ട് ഡൈ എന്ന് പറഞ്ഞ ഒരു സിനിമയും കൂടിയാണ് ഫെബ്രുവരി 20-ന് റിലീസാകുന്ന മറ്റ് 2 ഇംഗ്ലീഷ് ചിത്രങ്ങൾ. പിന്നെ നമ്മൾ വന്നു കഴിയുമ്പോൾ ഫെബ്രുവരി 27-ന് സ്ക്രീം എന്ന് പറഞ്ഞ സിനിമ ഫ്രാഞ്ചൈസിലെ 7ാമത്തെ പാർട്ട് റിലീസാവുന്നുണ്ട്. സ്ലാഷർ മൂവി ലവേഴ്സിനൊക്കെയുള്ള ഒരു ട്രീറ്റ് ആയിരിക്കും സിനിമ. സോ ഫെബ്രുവരി 27-നാണ് സ്ക്രീമിൻ്റെ 7ാം ഭാഗം റിലീസാവുന്നത്. പിന്നെ ഫെബ്രുവരി 27-നുള്ള വേറൊരു ഇമ്പോർട്ടൻറ്റ് റിലീസാണ് ദ സീക്രട്ട് ഏജൻറ്റ്. കുറേ ഇൻ്റർനാഷണൽ അവാർഡ്സും അക്കാഡമി നോമിനേഷൻസും എല്ലാം ലഭിച്ചിട്ടുള്ള ഒരു ഫോറിൻ ഫിലിമാണ് ദ സീക്രട്ട് ഏജൻറ്റ്. പക്ഷേ ഈ ഒരു സിനിമ എല്ലായിടത്തും ഒന്നും റിലീസ് ആവണമെന്നില്ല. മേജർ ആയിട്ടുള്ള ഈ സിറ്റീസിലും PVRലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും ഈ ഒരു സിനിമ റിലീസാകുന്നത്. പറ്റുന്നവരൊക്കെ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാൻ നോക്കുക. കാരണം ഈ കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എന്ന് പറയപ്പെടുന്ന ഒരു സിനിമയാണിത്.
സോ ഇതൊക്കെയാണ് ഈ ഒരു ഫെബ്രുവരിയിൽ റിലീസാകുന്ന ഒരു മേജർ സിനിമകൾ. സോ ഇതിൽ ഏത് സിനിമയാണ് നിങ്ങൾ ആദ്യം തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സിനിമ ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.